നമുക്കിന്ന് തേങ്ങയൊന്നും വറുത്തിറക്കാണ്ട് എന്നാൽ നല്ല കട്ടിച്ചാറോട് കൂടിയ ഒരു കടലക്കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും കടല കുതിർത്ത് വെക്കണം. ഇത് ഞാൻ തലേന്ന് രാത്രിക്ക് തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിനെ. ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം വേണം. എന്നാൽ അത് നേർങ്ങനെ അരിഞ്ഞിട്ട് സമയമൊന്നും കളയണ്ട കേട്ടാ. വലിയ കഷ്ണമായിട്ട് അങ്ങ് മുറിച്ചിട്ടോ. കടലേന്റെ കൂടെ അത് നന്നായിട്ട് വെന്തുടഞ്ഞോളൂ. അങ്ങനെ കടല നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളകും അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പൊടികളായിട്ട് ഇപ്പം വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ 4 വിസില് ഹൈ ഫ്ലെയിമിലും 4 വിസില് ലോ ഫ്ലെയിമിലും ഒന്ന് അടിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കടലക്കറിന്റെ മെയിൻ മസാല റെഡിയാക്കി എടുക്കാം. 3 വലിയ വെളുത്തുള്ളി, 1/2 കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ പൊടികളായിട്ട് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല or ചിക്കൻ മസാല, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പിന്നെ ഒരു ചട്ടിയിൽ കടുക് പൊട്ടി കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മളിതാ ഈ പൊടിച്ചു വെച്ച മെയിൻ മസാല ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കടല വേവിച്ച ആ ഒരു വെള്ളമില്ലേ അത് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. വെന്ത കടലേന്ന് ഒരു 2 കയ്യിൽ കടല എടുത്തിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ബാക്കിയുള്ള കടല നമുക്കിതാ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ നമുക്ക് അരച്ചു വെച്ച കടലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇല്ലേ കറിക്ക് നല്ല കൊഴുപ്പും കട്ടിയെല്ലാം കിട്ടും. കറി കുറച്ച് ലൂസിലാന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിച്ച് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കുമ്പോൾ മുകളിൽ എണ്ണ ചെറുതായിട്ട് തെളിഞ്ഞു വരും. ആ സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. ചോറിന്റെ പരം പലഹാരത്തിന്റെ പരം ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല കുറുകിയ അടിപൊളി കടലക്കറിയാന്നേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്തായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.